ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാർത്തിക് സുബ്രായൻ്റെ പടം സൂര്യയുടെ അല്ലേ, റെട്രോ ഒന്ന് പേരിട്ടേക്കണം. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ടീസർ റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം, അതിന് ശേഷം ബാക്കി സംസാരിക്കാം. கோபம் கம்மி பண்ணுது. என் அப்பாவோட வேலை பார்க்கறத நீயோட விடுது. அடித்தடி கட்ட பஞ்சாயத்து ரத்த கிளறி ரவுடித்தனும் எல்லாத்தையும் இந்த நொடியோட விட்டுடுது. சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுது. என் பொறுப்புக்கான பர்பஸ் உன் பாஷையில் சொல்லணும்னா என் தம்மம். இனி காதல், பரிசுத்த காதல். அது மட்டும்தான் கட் அண்ட் ரைட்டாக சொல்லி கொடுத்தேன். இப்போ நீ சொல்லு, கல்யாணம் பண்ணிக்கலாமாடி? ഒരു കാർത്തിക് സുബ്രാജ് പടം, അത് തന്നെ സംഭവം അല്ലേ. സൂര്യ കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് ഒരു കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ സൂര്യ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് അവതരിപ്പിച്ചേക്കുന്നത്. ടൈറ്റിൽ വെറൈറ്റി ഉണ്ട്, റെട്രോ സ്റ്റൈൽ എന്നൊക്കെ പറയുമല്ലേ. ഇപ്പോൾ ഒരു കളർഫുൾ സ്റ്റൈൽ, ഇപ്പോൾ ടൈപ്പ്, അതായത് ഇപ്പോൾ റൈഫിൾ ക്ലബ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കളറിങ് കണ്ടല്ലോ, അതൊരു റെട്രോ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. ഇതിന്റെ മുമ്പൊരു ഗ്ലിംസോ എന്തോ ഇറങ്ങിയിരുന്നല്ലോ, അപ്പൊ എല്ലാരും വിചാരിച്ച് ഗാങ്സ്റ്റർ മൂവി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കാർത്തിക് സുബ്രാജ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതൊരു ലവ് സ്റ്റോറിയാന്നാണ് പറഞ്ഞത്. ലവ് സ്റ്റോറി വിത്ത് ആക്ഷൻ കൊള്ളാം, അങ്ങനെയാണെന്നാ പറഞ്ഞത്. പട്ടം കങ്കുവയിലൂടെ സൂര്യ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് ഓർത്തു, പക്ഷെ അത് നടന്നില്ല. ഇനിയിപ്പോ സുബ്രാജിന്റെ പടത്തിലായിരിക്കും ഒരു തിരിച്ചുവരാന്ന് തോന്നണം. സമ്മർദ്ദം ചിലപ്പോ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ തോന്നുന്നു, അപ്പോഴാണല്ലോ സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞു ടൈമിൽ ഇറങ്ങാനായിരിക്കും. ജയറാമുണ്ട്, ജോജു ഇപ്പൊ സ്ഥിരം സാന്നിധ്യമാണ് കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ. മിക്ക പടത്തിലും ഇപ്പൊ റോൾ കിട്ടുന്നുണ്ട്. മറ്റേ പുള്ളി മറ്റേ പുള്ളിയുണ്ട്, ആ പുള്ളി ഇപ്പൊ കുറച്ച് പടത്തില് തമിഴിലെ അവിടെയൊക്കെ കാണുന്നുണ്ട്. സംഭവം ഒരു നല്ല ട്രീറ്റ്മെന്റ് അല്ലേ. കാർത്തിക് സുബ്രാജിന്റെ ഒരു പടം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സംഭവം തന്നെ ഇതിലും കിട്ടുന്നുണ്ട്. അല്ലാതെ എല്ലാ ആക്ടേഴ്സ് വരുമ്പോൾ കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ വരാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, അത് പുള്ളിയുടെ വർക്ക് ചെയ്യാൻ അത്രയും താല്പര്യമാണ്. അത്രയും നൈസ് ഡയറക്ടറാണല്ലോ പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന പടങ്ങൾ. ഇപ്പോൾ മോശം എന്ന് പറയാനാണെങ്കിൽ മറ്റേ പടം മാത്രമാണ് ആകെ ഒന്ന് ക്ലിക്കാവാണ്ട് പോയത്, ധനുഷായിട്ട് ചെയ്തൊരു പടം. പക്ഷെ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ്. അതിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ രസമാണ്. മഹാൻ OTT പോയത് ഭയങ്കര മണ്ടത്തരായിരുന്നു. അത് തിയേറ്ററിൽ ഇറക്കേണ്ടത്. മഹാൻ 2 വന്നിട്ടുണ്ടെന്ന് പറയാൻ കേട്ട്, ശരിയാണോന്ന് അറിയില്ല അല്ലേ. എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ പടം കാണാം.
എനിക്കൊന്നറിയാം സൂര്യയുടെ ഒരു വമ്പൻ തിരിച്ചൊരാവട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും വീഡിയോ അതിൻ്റെ പേര് ഞങ്ങളൊന്നാ വീഡിയോ അതിൻ്റെ പേര് നമുക്ക് അടുത്ത വീഡിയോ കാണാം.